എൻ്റെ കുട്ടിക്ക് അഡിനോയിഡ്സ് ഉണ്ട്, എന്താ ചെയ്യുക ഡോക്ടറെ എന്ന് ചോദിച്ച് ഒരുപാട് പേര് വരാറുണ്ട്. ഹായ്, ഞാൻ ഡോക്ടർ ശ്രീജോയ് ഗംഗാധർ, കൺസൾട്ടൻറ്റ് ഹോമിയോപ്പതാണ്. അഡിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ണാക്കിൻ്റെ മുകളിലായിട്ട് മൂക്കിൻ്റെ പിറകിലായിട്ട് കാണുന്ന ലസികാ വ്യൂഹങ്ങൾ, അതായത് ലിംഫോയിഡ് ടിഷ്യൂസാണ് അഡിനോയിഡ്സ് എന്ന് പറയുന്നത്. ഇത് സാധാരണ കുട്ടികളിലാണ് കണ്ടുവരുന്നത്. വലുതാവുന്നതിനനുസരിച്ച് അത് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുക. ഈ അഡിനോയിഡ്സ് വലുതാവുന്നൊരു കണ്ടീഷൻ, ഹൈപ്പർട്രോഫി അഥവാ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന കണ്ടീഷനാണ് അഡിനോയിഡ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ വരുന്നത്. അഡിനോയിഡൽ ഹൈപ്പർട്രോഫി എന്ന് പറഞ്ഞാൽ അഡിനോയിഡൽ ഹൈപ്പർട്രോഫി എന്നാണ് അതിന് പറയുക. അപ്പോൾ ഇതിന് മെയിൻ കാരണങ്ങൾ എന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻസ് തന്നെയാണ് അതിന് കാരണം. റെക്കറൻറ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടാകുമ്പോഴൊക്കെ ഈ അഡിനോയിഡ്സും വീങ്ങാറുണ്ട്. അതെന്തിനാണ് ഉള്ളതെന്ന് വെച്ചാൽ ഈ ലസികാവ്യൂഹങ്ങൾ സാധാരണ പ്രതിരോധ ശേഷിയായി ബന്ധപ്പെട്ടതാണ്. അതായത് മൂക്കിലൂടെയും വായിലൂടെയൊക്കെ കയറുന്ന ബാക്ടീരിയകളെയും വൈറസിനെയൊക്കെ പ്രതിരോധിക്കാനുള്ളൊരു ഓർഗൻസാണ് ഈ ലിംഫോയിഡ് ടിഷ്യൂസ്, അതായത് അഡിനോയിഡ്സ് എന്ന് പറയുന്നത്. ഇത് കൂടുതൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കൂടുതൽ വരിക, ഒന്ന് ഇടയ്ക്ക് ചെവി വേദന വരും, അല്ലെങ്കിൽ ചെവി അടപ്പ് വരും, മൂക്കടപ്പ് വരും. പിന്നെ അതുപോലെ തന്നെ സൈനസസ് അമർത്തുന്നത് കൊണ്ട്, സൈനസസ് അമർത്തുമ്പോൾ കുട്ടികൾ കിടന്നു കഴിഞ്ഞാൽ സൈനസസ് അഥവാ മൂക്കിൻ്റെ കംപ്ലയിൻ്റ് ഉള്ള കുട്ടികളാണെങ്കിൽ ഈ സൈനസസിൽ കെട്ടിക്കിടക്കുന്ന കെട്ട കഫം അത് വായിലൂടെ രാവിലെ എണീക്കുമ്പോൾ അത് വായിലൂടെ പുറത്തേക്ക് വരും. അപ്പോൾ അത് വായിൽ തുറക്കുമ്പോൾ ആ കഫം വരുന്ന സ്രവം ഭയങ്കര മണമുള്ളതായിരിക്കും. അപ്പം അങ്ങനെ ഒരു ലക്ഷണങ്ങൾ ഉണ്ടാവും. പിന്നെ വരുന്ന ഓർമ്മക്കുറവുണ്ടാവും, പഠിത്തക്കുറവ്, അതായത് പഠിത്തത്തിനുള്ള താല്പര്യക്കുറവ്, പിന്നെ സ്വഭാവത്തിലുള്ള മാറ്റം, ഇതെല്ലാം ഉണ്ടാവും. വായ് തുറന്നുറങ്ങുന്നത് കൊണ്ട് അതായത് വായിൻ്റെ ഭാഗം കുറച്ച് മുന്നോട്ട് പൊന്തി വരിക, ഇങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ അഡിനോയിഡ് ഹൈപ്പർട്രോഫിയുള്ള കുട്ടികൾക്ക് കണ്ടുവരാറുണ്ട് സാധാരണ. ഇതിന് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3 മാസമൊന്നും മരുന്ന് കഴിച്ചാൽ പോരാ, 8 മാസത്തോളം മരുന്ന് കഴിക്കേണ്ടി വരും. ഇത് ഇൻഫ്ലമേഷൻ കുറയാൻ വേണ്ടിയിട്ട്, അഡിനോയിഡ്സ് നോർമൽ ആവാൻ വേണ്ടിയിട്ട് 8 മാസത്തോളം മരുന്ന് കഴിക്കേണ്ടി വരും. 8 മാസത്തോളം ഹോമിയോപ്പതി മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ 100% നമുക്കിത് കുറച്ച് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ അതോടൊപ്പം തന്നെ ഇത് ഇൻഫ്ലമേഷൻ ആയതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ ടാബ്ലറ്റ്സും അതിൻ്റെ കൂടെ കഴിക്കണം. വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ ടാബ്ലറ്റ്സ് പക്ഷേ 3 മാസം മാത്രമേ എടുക്കേണ്ടതുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്തായാലും 8 മാസത്തോളം ഈ അഡിനോയിഡ്സ് ട്രീറ്റ്മെൻറ്റ്, അഡിനോയിഡ്സ് ഹൈപ്പർട്രോഫിയുടെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അത് 100% മാറ്റിയെടുക്കാൻ കഴിയും. ഇത് മാറ്റണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറിയില്ലെങ്കിൽ കൂടുതൽ ഹൈപ്പർട്രോഫി ആകുന്നതിനനുസരിച്ചിട്ട് അത് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന കണ്ടീഷൻസൊക്കെ വരാം. അതായത് ഉറക്കത്തിൽ ചിലപ്പോൾ ശ്വാസം കിട്ടാതാവുന്ന അവസ്ഥ അങ്ങനെയൊക്കെ വരും. അതുപോലെ തന്നെ കുട്ടികളുടെ സ്വഭാവം എൻറ്റയർലി മാറിപ്പോവും. അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അഡിനോയിഡ്സ് ഉണ്ടെങ്കിൽ അത് എക്സ്റേയിലൂടെയാണ് നമ്മൾ കണ്ടെത്തുക. സാധാരണ എക്സ്റേയിലൂടെയോ അല്ലെങ്കിൽ എൻഡോസ്കോപ്പിയിലൂടെയോ ഒക്കെയാണ് കണ്ടെത്തുക. അപ്പോൾ അത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് 8 മാസത്തോളം ഹോമിയോപ്പതി മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ ടാബ്ലറ്റും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാനും കഴിയും. അതോടൊപ്പം തന്നെ ഇത് വരാണ്ടിരിക്കാനും നമുക്ക് സാധിക്കും. കുട്ടികളിൽ മാത്രം കണ്ടുവരുന്നതായതുകൊണ്ട് തന്നെ നമുക്കതൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ